നമസ്കാരം മാഹിൻ മൂവാറ്റുപുഴ. നമസ്കാരം അഭിലാഷ് ഷാട്ടായം. എങ്ങനെയുണ്ട് പുതിയ ലുക്കൊക്കെ? അടിപൊളി അടിപൊളി. പുതിയ പടമൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. കുറെ സിനിമകൾ ചെയ്തു. ജാഫ്രിക്കാട് കൂടെ ഗുലാന്റെ തട്ടുകട ചെയ്തു. പിന്നെ ബിബിൻ ജോർജിന്റെ ഒരു പടം ചെയ്തു. പിന്നെ പുതിയ പുതിയ സിനിമകളായിട്ട് പോകുന്നു. പിന്നെ ഞാൻ പെരേരയുണ്ട്. പിന്നെ വേറെ കാര്യം, മാഹിൻ മൂവാറ്റുപുഴ സിംഗറാണല്ലോ. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതിലുപരി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. എങ്ങനെയുണ്ട്? സന്തോഷമായിട്ട് പോകുന്നോ? പിന്നെ സന്തോഷം. എങ്ങനെയുണ്ട്? പിന്നെ കോളനി എന്ന സിനിമ, മാസ്റ്റർ മനാഫ് അതിനാടിൻ്റെ കോളനി എന്ന സിനിമയിൽ ഞാൻ നായകനായിരുന്നു. ആ സിനിമയിൽ വില്ലനായിട്ട് നമ്മുടെ മാഹിൻ അഭിനയിച്ചു. അല്ല, ഞാനിപ്പോൾ സൂര്യയുടെ പുതിയ പടത്തിൽ ഞാൻ മറ്റേ ഒരു ചെറിയ വേഷം വരുന്നുണ്ട്. ഒരു തമിഴ് വേഷം. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഹോംനേഴ്സിൻ്റെ ഡയറി ഗ്രൂപ്പ് വരുന്നുണ്ട്. ലോട്ടറി ടിക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഓണസമ്മാനം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. ആൽബങ്ങൾ ചെയ്തു അല്ലേ? ഇങ്ങനെ മുന്നോട്ട് പോകല്ലേ? ജൈത്രയാത്ര മുന്നോട്ട് അങ്ങനെ പോകണം. എന്തായാലും ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ. ഇപ്പോൾ ഒരുമിച്ച് പോകുന്നു, ഒരേ പരിപാടി കാര്യങ്ങളായിട്ട് പോകുന്നു. പല ആൾക്കാർ ചോദിക്കാറുണ്ട് അഭിലാഷ് ഷാട്ടായും മായും തമ്മിൽ എന്താണ് ബന്ധങ്ങൾ? സൗഹൃദം. നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊണ്ട് ഒരു വരി പാട്ട്. അപ്പോൾ ഞാൻ മാമുക്കോടെ രീതിയിൽ ചോദിക്കാം. പഠിച്ചോനെ, ഇതാണ് നമ്മുടെ മാഹിൻ മൂവാറ്റുപുഴ. ഇതിൻ്റെ പാട്ടുകൾ നല്ല രസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇയാളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ നമ്മൾ മായൻകുട്ടിയുടെ ഒരു ചെറിയൊരു പാട്ട് കേൾക്കാം. കാരുണ്യക്കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോൾ കനവുകളിൽ കൊതിയൂരി നിന്നിരാ. അടിപൊളി. നല്ല വെറൈറ്റി പാട്ടുകൾ മാഹിൻ പാടുന്നുണ്ട്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പോയി പാടുന്നുണ്ട്. അതായത് ഒരു പേഷ്യൻസിന് വേണ്ടി ആരെങ്കിലും പാടാൻ വന്നാൽ അങ്ങോട്ട് ചോദിച്ച് പാടി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരു പേഷ്യൻസിന് വേണ്ടി ആരെങ്കിലും വന്ന് പാടുമ്പോൾ മാഹിൻ അറിയുന്നവർ വിളിക്കുന്നു, അല്ലാത്തവർ ചോദിച്ചിട്ട് ആ പരിപാടി വിജയമാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു മനസ്സാണ് മാഹിനെ. എന്നാലും മുന്നോട്ട് പോട്ടെ. മാഹിൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ സിനിമകൾ ഇനി മാഹിനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പൊ മുടി വെട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ മുക്താർ? അടിപൊളി. ബിഗ് ബോസിലൊക്കെ പോവോ? ബിഗ് ബോസിൽ പോകണം. നീ എന്റെ ആഗ്രഹം ബിഗ് ബോസിൽ പോയിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു മാഹിൻ, താങ്ക് യു.